ഹലോ മുത്തടികളെ, എന്തെല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലപ്പുറം തമ്പുരു വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കുള്ള ഓടുന്ന ഓപ്ഷൻ നോക്കിയാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തിട്ടോ. പിന്നെ ഓൾറെഡി പറയാം, നമ്മുടെ ഫോണും ക്ലിയർ ഇല്ല, ഞാനും ക്ലിയർ ഇല്ല, ആരും ക്ലിയർ ഇല്ല. അതുകൊണ്ട് കാണാൻ ചെറുക്കൊന്നും ഉണ്ടാവില്ല. കാണുന്നവർ കാണാൻ ലൈക്ക് അടിക്കുക, കൂട്ടിനോട് കൂട്ടാക്കുക, അത്രേ പറയാനുള്ളൂ അല്ലേ. അപ്പോൾ ഓരോ ദിവസം ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. പക്ഷെ കാണാൻ ചെറുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പുഷ്പി ചേച്ചി കേട്ടോ. പുഷ്പി ചേച്ചി താങ്ക് യു. നിങ്ങളെല്ലാ വീഡിയോസും കാണാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്, ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. ഇനി പുഷ്പിച്ചാണോ പുഷ്പിച്ചിൻ്റെ മരുവോളാണോ ആരാണെന്ന് അറിയില്ല, എങ്കിലും നല്ല സന്തോഷം. നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടല്ലോ. അങ്ങനെ ചില ആളുകളുണ്ടാവില്ലേ, നല്ല ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നത്. അങ്ങനെ പുഷ്പിച്ച ആൾ സൂപ്പറാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം മരുവോൾ കുട്ടിയും സൂപ്പറാണ്, ഉഷാറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൂള ഉണ്ടാക്കട്ടെ. പൂള പുഴുങ്ങ, അതായത് കപ്പ എന്ന് പറയുന്ന സംഭവമല്ലേ. ഞാൻ വിശദമായിട്ടുള്ള അത് ഉണ്ടാക്കുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്യാമറ അങ്ങോട്ട് ഓണാക്കി വെച്ചു. കുറച്ച് നേരം നമ്മളൊരു വീഡിയോ ഒന്ന് ഓടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അവിടെ ഓണാക്കി വെച്ചു. പിന്നെ നമ്മുടേതായ പണികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസം ഓരോ വ്ളോഗുകൾ, നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയേണ്ട ഒരു വ്ളോഗുകൾ. കാരണം നമ്മൾ ഏതായാലും ഒരു ചാനൽ തുടങ്ങി, അതിൽ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റ്കരമായ ഒരു കാര്യമാണ് അല്ലേ. നമ്മൾക്കൊരു ചാനൽ ഉണ്ടാവുക, നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മൾ പോലും അറിയാതെ പല ആളുകളും നമ്മളോട് തമ്പുരു അല്ലേ, അല്ലെങ്കിൽ ഇന്ന ആളല്ലേ, മലപ്പുറം തമ്പുരു വ്ളോഗല്ലേ എന്നൊക്കെ എന്നോട് വണ്ടൂരൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ പുറത്ത് പല ആളുകൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടിയുണ്ട് കേട്ടോ, മലപ്പുറം തമ്പുരു വ്ളോഗല്ല, ഇന്നത്തെ വിഭവം അല്ലെങ്കിൽ മിത്ര ആൻഡ് ചിത്ര എന്ന് അടിച്ച് നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമുള്ളവരൊക്കെ ഒന്ന് നോക്കി നോക്കുക, ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ മലപ്പുറം തമ്പുരു വ്ളോഗ്. ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുമ്പോൾ എല്ലാ ആളുകൾക്കും നമ്മളെ അറിയും, നമ്മുടെ നാട്ടുകാർക്കായാലും എല്ലാവർക്കും. എന്താ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് യൂട്യൂബ് ഉണ്ടോ എന്നറിയില്ല, യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് ഫേസ്ബുക്ക് ഉണ്ടോ എന്നറിയില്ല. അതാണ് നമ്മുടേത്. അപ്പം ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം ഈരുമണ്ണ കട്ടാകരിയിലെയും കണ്ണാരമ്പത്തി കളിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്നത്. എന്തെങ്കിലും രക്ഷപ്പെടുമായിരിക്കും, രക്ഷപ്പെടാതല്ലേ. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രയത്നത്തിൽ നിങ്ങളെ എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഓരോ ദിവസം പൂളയും കൊണ്ടും കൂട്ടാനും കൊണ്ടും കിച്ചൺ കൊണ്ടും എല്ലാ ദിവസവും ഓരോ പരിപാടിയും കൊണ്ടൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ പരിപാടി കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ നിന്നോളെയും ലൈക്ക് അടിച്ചോളെയും, നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചോളെയും. ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വീഡിയോ ഇങ്ങനെ കണ്ടു തുടർന്ന് പോവുക, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പാക്കിയിട്ട് വേറെ ചാനലിൽ പോയിട്ട് കണ്ടോളെയും. പരാതിയില്ല, പരിഭവമില്ല. നമ്മൾ തമ്മിൽ ഹിങ്കുലാബ് സിന്ദാബം എന്താപ്പം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വ്ളോഗ് ഇങ്ങനെ ചോറും കറി ഉണ്ടാക്കുന്ന വീഡിയോസ് കേട്ടോ. എൻ്റെ കുട്ടി നെയ്ച്ചു, അപ്പോൾ കുട്ടീനെ പോയി പിടിക്കട്ടെ, എൻ്റെ ബാക്കി ഭാഗം വോയിസ് ഒക്കെ പറയാം. അപ്പോൾ അങ്ങനെ കുട്ടീനെ എണീപ്പിച്ച് നമ്മുടെ ചാരു ആയിരുന്നു. ഇപ്പോൾ ഞാൻ ചാരുവിൻ്റെയും വീടിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ചാരു ഉറങ്ങി നീച്ചിട്ടുണ്ട്, ചാരുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ചാരു ഉറങ്ങി ഇങ്ങനെ നീച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം ശരിക്കും മതിയായിട്ടില്ല. രാധാകൃഷ്ണ രാധാകൃഷ്ണ കണ്ണും പൂട്ടി ഉറങ്ങൂ രാധേ രാധേ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓരോ ദിവസം ഇങ്ങനെയുള്ള ഓരോ വീഡിയോസൊക്കെ ഇടുക. നമ്മുടെ ചുങ്ങാണി ഉറങ്ങണം. ഈ ചുങ്ങാണീൻ്റെ മുഖത്ത് കേൾക്കല്ലടാ, ചുങ്ങാണിക്ക് വേണം ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഗൈസ്, ഇവിടെ എല്ലാവർക്കും ജലദോഷമൊക്കെയാണ് അല്ലേ. കൂട്ടിയെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും പാട്ട് കേട്ട് എന്താ വേണ്ടേ മാമോ? ആ മാമ മീൻ പൊരിക്കണ്ട്, വെച്ചെന്നോ. കുട്ടിക്ക് മാമുണ്ട്, മാമുണ്ട് ഇത്രേ അമ്മയ്ക്കെന്നോ. ഇതാണ് ഗൈസ്, ഞാൻ വോയിസ് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ ഇനി. അപ്പം എന്താ പറയാ, ഇതൊക്കെ തന്നെ അവസ്ഥ. നമുക്കിന്ന് പൂള പുഴുങ്ങിയത്, അതുപോലെ തന്നെ മീൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 10 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കൊക്കെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ പണി ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു പണിക്കാർക്ക് പണിക്കാർ അല്ലാതെ പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല, അപ്പോട്ടനും അമ്മ തന്നെയാണ്. അപ്പോൾ രണ്ടാൾക്കും പൂള മീൻ കറി കൊടുക്കുക 10 മണിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പണിയില്ല. നൈനിക്കോട് ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട്, പാലത്തിങ്ങളെ ഭാഗത്തിട്ട്. അപ്പോൾ സുഹൃത്തിൻ്റെ ഉപ്പ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പണി ഉണ്ടായില്ല. അപ്പോൾ പൂളൊക്കെ ഏതെങ്കിലും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതവിടെ പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപാടിയാണ് കേട്ടോ. ഫേദർ മീനാണുള്ളത്. അപ്പോൾ അത് കറി വയ്ക്കുക, മീൻ കറിയും അതുപോലെ തന്നെ പൂളയും കൂടി കൂട്ടി കഴിക്കുക എന്നുള്ളതിലാണ് കേട്ടോ. തുടർച്ചയായി വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാ മുത്തുമണികളോടും താങ്ക് യു. കാരണം ഈ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, സപ്പോർട്ട് ആക്കുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ ചാനലിലുള്ള ആളുകളും ഇല്ലാത്ത ആളുകളൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാവരും ഓരോ ചാനലൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ വിശേഷം കാര്യങ്ങൾ വ്ളോഗുകളൊക്കെ ആയിട്ട് ഓരോ ദിവസം ഒരു വീഡിയോ തുടങ്ങിയാൽ മതി. കാരണം ഏതായാലും നിങ്ങളൊക്കെ നെറ്റ് കയറ്റുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉപകാരം ആവട്ടെ എന്നുള്ളതിലാണ് കേട്ടോ. എല്ലാവരും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക. അങ്ങനെ എല്ലാ ആളുകളും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പതുക്കെ വലിയ വലിയ ഫേമസ് ചാനലുകളൊക്കെ ആകെ ഡിമാവാൻ തുടങ്ങും. കാരണം വേറെ ഇതുണ്ടാവില്ല, ആരും കാണുന്നുണ്ടാവില്ല. എല്ലാവരും യൂട്യൂബ് തുടങ്ങുമ്പോൾ ആർക്കും ടൈം കിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ലല്ലേ. ഏതായാലും കുറേ അഹങ്കാരം പിടിച്ച ചാനലുകളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ ചാനലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കേട്ടോ. കാരണം ഒരുമാതിരി ഉടായ്പ പരിപാടിയും കണ്ടി നടക്കുന്ന ഓരോ ടീമാരുണ്ട് അല്ലേ. നമ്മളിവിടെ തോണി തുഴഞ്ഞിട്ടും എത്തുന്നില്ല. ഏതായാലും ഓരിങ്ങനെ ഉടായ്പും കാട്ടി തോണി തുഴഞ്ഞെത്തിട്ട് ഞാൻ അങ്ങനെ പറയും ചെയ്യും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ കുട്ടി പറഞ്ഞ പോലെ ശരിയാണ്. നമ്മളൊക്കെ തോണി തുഴഞ്ഞിട്ട് എത്തണില്ല, തോണി തുഴയാത്തവർ. പക്ഷെ എന്നോട് പലരും പറയും ഈയൊക്കെ എവിടെ എത്രയോ കിടക്കട്ടെ, ഞാനൊന്നും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വിഷമിക്കരുത്. തോണി അങ്ങോട്ട് തൊഴിഞ്ഞ് നടുവിലെത്തുമ്പോൾ നല്ലോണം തുഴയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം തുഴയും. അതുവരെ നമ്മളെ യൂട്യൂബ് അമ്മ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക, വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ചാനലിൽ ഓരോ വലിയ വ്ളോഗുകൾ, വലിയ വ്ളോഗ് പറഞ്ഞാൽ ഏകദേശം നമ്മൾ 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോസുകളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. എന്നാലാണ് കാണുന്ന ആളുകൾക്ക് ഇതേപോലെ ഇപ്പോൾ ആരൊക്കെ എൻ്റെ ഫുള്ള് വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയൊക്കെ കേൾക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ വീഡിയോ ഓടുന്ന സമയത്ത് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റാത്ത പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മൾ വീഡിയോ കണ്ടെത്തിരിക്കാൻ നേരമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഗെയ്സ് നമ്മൾ വിജയിക്കുന്നത്. ഞാനൊക്കെ ചിന്തിച്ച് ആരെന്നെ മുടി പിടിച്ച് കളിക്കണോ? എൻ്റെ ചുങ്കാണി ചെക്കൻ എണീറ്റിട്ടുണ്ട്, മുടി പിടിച്ച് വലിക്കുന്നുണ്ട്. ഇല്ല, മുടി ഫുള്ളും എൻ്റെ കൈ ചുറ്റിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയും ചോറും ഒന്ന് കണ്ടു നോക്കാം. വേഗം വരൂ, എല്ലാവരും വരൂ, വേഗം മോടിവായോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി രീതിയാണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത്. പക്ഷെ കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടൊന്നും എടുക്കില്ല. പക്ഷേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ. കാരണം പുളിവെള്ളം ഉടുപൊടി പെയ്യ് ഒഴിക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഇല്ല, ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. എങ്ങോട്ടായെന്ന് വെച്ചാൽ പുറത്ത് എന്തോ പാത്രം മോറാൻ എന്തോ പരിപാടിക്ക് പോയതാണെന്ന് തോന്നുന്നു ഞാൻ. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെ ചെയ്തെന്ന് കണ്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാ സാധനങ്ങളും ഉണ്ടോ തോന്നുന്നു. അമ്മയുടെ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് അമ്മേൻ്റെ മീൻകറി കൂട്ടാൻ പറ്റിയ ഐറ്റംസാണ് പൂള, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. പൂളക്കൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയായിട്ട് അമ്മ അങ്ങനെ തയ്യാറാക്കി തരും കേട്ടോ. അപ്പം ഇനി ബാക്കി ഭാഗം ഞാൻ അതിൻ്റെ ഒരു തുണി തോരടാൻ പോയിരുന്നു ഗൈസ്. നാളത്തെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂളയും മീനും കറിയുടെ റെഡി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എത്രമാത്രം സ്നേഹത്തോടെ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരുന്നവർക്ക് എല്ലാ മുത്തുമണിയോട് ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്. സ്നേഹത്തോടെ എൻ്റെ 3 മക്കളും ഞാനും.